ജയിലിലായതോടെ ഭാര്യയെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ടതാണ് തിരുവാതുക്കലിലെ ക്രൂരമായ ഇരട്ടക്കൊലപാതകത്തിന് നയിച്ചതെന്ന് പ്രതി അമിത്. പോലീസിനും നൽകിയ മൊഴിയിലാണ് അമിത് നിർണായകമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട വ്യവസായി വിജയകുമാറിനോട് പ്രതിക്കുണ്ടായിരുന്ന കടുത്ത വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ മൊഴികളിൽ നിന്നും മനസ്സിലാക്കുന്നത്. വിജയകുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഓഡിറ്റോറിയത്തിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും അമിത് ജോലി ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും ഫോണുകൾ മോഷ്ടിച്ച കേസിലും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലും ഇയാൾ മുൻപ് അറസ്റ്റിലായത്. തുടർന്ന് 5.5 മാസത്തോളം ഇയാൾ ജയിലിൽ കഴിഞ്ഞു. ഈ സമയത്ത് ഗർഭിണിയായിരുന്ന ഭാര്യ പ്രതിയിൽ നിന്നും അകന്നു. പിന്നാലെ പ്രസവത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ചെയ്തു. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഇയാൾ കുഞ്ഞിനെ നഷ്ടമായ വിവരം അറിയുന്നത്. ഇതോടെ താൻ കുടുംബവുമായി അകന്നുവെന്നും പക മൂർച്ഛിച്ച് കൊലപാതകം നടത്തി എന്നുമാണ് അമിത് പോലീസിന് മൊഴി നൽകിയത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലടക്കം വിദഗ്ധനാണ് പ്രതിയായ അമിത്. വിജയകുമാറിനെ മാത്രം കൊല്ലാൻ ലക്ഷ്യമിട്ടാണ് പ്രതി സംഭവ ദിവസം വീട്ടിലെത്തിയത്. എന്നാൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് വിജയകുമാറിൻ്റെ ഭാര്യ മീരയെ ആക്രമിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം തന്നെ പ്രതി കൊലപാതകം ചെയ്ത ശേഷം വീട്ടിൽ നിന്നും ഇറങ്ങിയത് 3:30 ശേഷമാണ്. കൊലപാതകം നടത്താൻ പ്രതി അമിത് വീട്ടിലേക്ക് പോകുന്നതും തിരിച്ചു പോയതും ഒരേ വഴിയിൽ തന്നെയാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. 12:30 ശേഷമാണ് പ്രതി കൊലപാതകം നടത്താൻ വീട്ടിലേക്ക് കയറിയത്.